നമ്മള് പ്രവാസികൾക്കൊക്കെ ഉണ്ടല്ലോ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പായസമാണല്ലോ അല്ലെ ഈ അരവണ പായസം എന്ന് പറഞ്ഞാല്. പണ്ടൊക്കെ അത് പറഞ്ഞാൽ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇത് കിട്ടൽ വളരെ കുറവാണ്. വളരെ കുറവാണെന്നല്ല, ഒട്ടുമില്ല. കാലങ്ങൾക്ക് ശേഷം ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഈ ഒരു കോമ്പിനേഷൻ വിത്ത് ഐസ്ക്രീം ആയിട്ട് അപ്പം തുടങ്ങിയത് ഉണ്ടാക്കണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്നലെ തന്നെ അങ്ങനെ ഉണ്ടാക്കി വയറ് നിറച്ച് അങ്ങോട്ട് കുടിച്ചു. അപ്പം നമ്മളുടെ ഈ ഒരു അരവണ പായസം ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ, ആദ്യം തന്നെ കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തും കറുത്ത മുന്തിരിയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ വെളുത്ത മുന്തിരി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ നല്ലോണം വറുത്തിട്ട് ആ നെയ്യിന്ന് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഇതിനകത്തേക്ക് പായസത്തിന്റെ അരിയില്ലേ, അത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് വറുത്തിട്ട് നല്ല ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ അരിയനുണ്ടല്ലോ അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുത്ത്. അപ്പോഴേക്കും അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്കുണ്ടല്ലോ ശർക്കര, നല്ല കറുത്ത ശർക്കര കിട്ടുമെങ്കിൽ അത് തന്നെ വരട്ടെ ചേർക്കാനായിട്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഈ ശർക്കരയും കൂടെ അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. ഇനി ഇത് വറ്റി വരണനുസരിച്ചിട്ടുണ്ടല്ല കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും മുന്തിരിയില്ലേ അതും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ചുക്കും ഏലക്കയും പഞ്ചസാരയും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചതാട്ടാ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് പിന്നെ ഇടക്കിടക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം കേട്ടാ, എന്നാലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇങ്ങോട്ട് വരാം. ഇത് ഇതേപോലെ ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ട് കുറുകി വന്ന തീ ഓഫ് ചെയ്തോ. ഈ പായസം ഉണ്ടല്ലോ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണോ. അതേപോലെ കുറേ നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുന്നത് കഴിക്കുമ്പോൾ. ഇന്നലെ ഉണ്ടല്ലോ സ്റ്റോറി റിപ്ലൈസ് തന്നവർക്കൊക്കെ കുറേ പേർക്ക് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പേര് കൂടി ഉണ്ടല്ലോ റിപ്ലൈ കിട്ടാനായിട്ട്.